നമസ്കാരം. ഞാൻ ബിജു ആൻ്റണി, പ്രിൻസിപ്പൽ സോളിസിറ്റർ, മെറിഡി ലൂയിസ് സോളിസിറ്റേഴ്സ്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം ഏകദേശം 7,40,000 പേർക്ക് UK ഗവൺമെൻറ് വിസ അടിക്കുകയും ഒരുപാട് മലയാളികൾ അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യുകയും ഇവിടെ വന്ന് സെറ്റിലാകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഒരുപാട് പേര് ക്രിമിനൽ കേസിൽ പെട്ടിട്ട് UK ജയിലിലാവുകയോ അല്ലെങ്കിൽ ഇപ്പോൾ വിചാരണ നേരിടുകയോ ചെയ്യുന്നുണ്ട്. ക്രിമിനൽ കേസുകൾ ഒരുപാടുണ്ടെങ്കിലും ചൈൽഡ് ഗ്രൂമിങ്ങിൽ പെട്ട് ഒരുപാട് മലയാളികൾ UK ജയിലിലായിട്ടുണ്ട്. ചൈൽഡ് ഗ്രൂമിംഗ് എന്ന് പറഞ്ഞാൽ സെക്ഷൽ ഒഫൻസസ് ആക്ട് 2003 സെക്ഷൻ 15 പ്രകാരം ബിൽഡിംഗ് എ റിലേഷൻഷിപ്പ് വിത്ത് എ ചൈൽഡ് വിത്ത് ആൻ ഇൻറ്റൻഷൻ ടു മാനിപ്പുലേറ്റ്, എക്സ്പ്ലോയിറ്റ് ഓർ അബ്യൂസ് എ ചൈൽഡ്. ഇത് വളരെ ഗൗരവപരമായ ഒരു കുറ്റമാണ്. 2 വർഷം മുതൽ 14 വർഷം വരെ ശിക്ഷ ലഭിച്ചേക്കാവുന്ന ഒരു ഒഫൻസാണ്. UK ഗവൺമെൻറ് ഫിഡോഫൈൽസ് അല്ലെങ്കിൽ കുട്ടികളെ പീഡിപ്പിക്കുന്നവരെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻ്റലിജൻസ് ഏജൻസീസിനെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം 75ഓളം ഇൻ്റലിജൻസ് ഏജൻസീസ് അങ്ങനെ UK വർക്ക് ചെയ്യുന്നുണ്ട്. അവർ ഒരു 1-2 പറഞ്ഞു കഴിഞ്ഞാൽ ഡാർക്ക് ജസ്റ്റിസ്, ഗാർഡിയൻ ഓഫ് ദ നോർത്ത്, അങ്ങനെ ഒരുപാട് ഇൻ്റലിജൻസ് ഏജൻസീസ്. എന്തിനാണെന്ന് വെച്ചാൽ ഇങ്ങനെ സമൂഹത്തിന് ത്രെഡായിട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിക്കുക, ഈ പിഡോഫൈൽസിനെ കണ്ടുപിടിക്കുക, അവരെ ജയിലിലിട്ട് പിന്നീട് നാട് കടത്തുക. ഇതാണ് അവരുടെ ഉദ്ദേശം. അതുപോലെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ഈ ഏജൻസീസ്, ഇൻ്റലിജൻസ് ഏജൻസീസ് പലതും പ്രിറ്റൻഡ് അസ് ഇഫ് ദേ ആർ ചൈൽഡ്. ശരിക്കും ഇവർ ചൈൽഡ് അല്ല. അതായത് ഡേറ്റിംഗ് ആപ്സിൽ പോയി കഴിഞ്ഞാൽ പ്രൊഫൈലൊക്കെ ചിലപ്പോൾ അഡൽട്ടിൻ്റെ ആയിരിക്കും. പക്ഷേ ഇവർ വന്നിട്ട് ചാറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇവർ കുട്ടിയാണെന്നുള്ളത് റിവീൽ ചെയ്യും, ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി. ചിലപ്പം പറയുന്നത് നാളെ സ്കൂളിൽ പോകാനുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടായിരിക്കും പറയുന്നത്. ആ പോയിന്റിൽ നമ്മൾ ചാറ്റ് നിർത്തി കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടാവില്ല. അതല്ല, ചാറ്റ് കണ്ടിന്യൂ ചെയ്താൽ 2 മുതൽ 10 മുതൽ 14 വർഷം വരെ, അത് ഡിപ്പെൻഡിങ് ഓൺ ഗ്രാവിറ്റി ഓഫ് ദ ഓഫൻസ്, ശിക്ഷ ലഭിച്ചേക്കാം. അതുപോലെ ഈ ഇൻ്റലിജൻസ് ഏജൻസീസ് അറസ്റ്റ് ചെയ്യുന്ന രീതി, ഇത് മോഡസ് ഓപ്പറാൻഡി അല്ലെ, അവരുടെ മോഡ് ഓഫ് ഓപ്പറേഷൻ വളരെ ക്രൂവലാണ്. അവരൊരു ഫുൾ ബറ്റാലിയൻ 4-5 വണ്ടിയിൽ വന്നിട്ട് വിലങ്ങ് വെച്ചിട്ട് അറസ്റ്റ് ചെയ്തിട്ട് ഇവരുടെ വെബ്സൈറ്റിൽ ഇതെല്ലാം പിക്ചറൈസ് ചെയ്തിട്ട് കാണിക്കും. അങ്ങനെ ലാസ്റ്റ് ഇയറിൽ ഒരു മലയാളിയെ അങ്ങനെ അറസ്റ്റ് ചെയ്തിട്ട് ഏകദേശം 2 ലക്ഷം രൂപ അത് കണ്ടു, വീഡിയോ കണ്ടു. അതായത് ഇങ്ങനെയുള്ള ത്രെട്ട് സൊസൈറ്റിയെ ഒരു വാണിംഗ് പോലെയാണ്. ഇനി ആരും അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നതാണ്. അപ്പം ഇതിനകത്ത് വളരെ സൂക്ഷിക്കുക, ഇങ്ങനെയുള്ള ട്രാപ്പിൽ പോയി വീഴാതിരിക്കുക. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഇമെയിൽ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഡീറ്റെയിൽ ആയിട്ട് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അതിനകത്ത്